പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നൈസ് തങ്കോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് SPC കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളം 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്കായി എടുത്തിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ: ചോദ്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ചതിനു ശേഷം ഉത്തരം എഴുതുക. ഉത്തരങ്ങൾ ചോദ്യത്തിന് വലതുവശത്ത് കാണുന്ന ചതുരത്തിൽ രേഖപ്പെടുത്തുക. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം. 50 ക്വസ്റ്റ്യൻ ആണുള്ളത്. 50 ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം, ആകെ 100 മാർക്ക്. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻസ്: ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം: സമ്മർ സോൾട്ട് ഈസ് റിലേറ്റഡ് ടു. സമ്മർ സോൾട്ട് എന്ന വേർഡ് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഓപ്ഷൻസ്: ഹോക്കി, ക്രിക്കറ്റ്, വോളിബോൾ, സ്വിമ്മിംഗ്. സമ്മർ സോൾട്ട് എന്ന വേർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, സ്വിമ്മിംഗ്. സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ട വേർഡാണ് സമ്മർ സോൾട്ട്. അടുത്ത ചോദ്യം: ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്ര? ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്ര? ഓപ്ഷൻസ്: 4, 7, 8, 6. ആൻസർ ഓപ്ഷൻ ബി, 7. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്, 7 ആണ്. അടുത്ത ചോദ്യം നോക്കൂ. ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ഡാഷ് ഹെൽത്ത്. ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ഡാഷ് ഹെൽത്ത്. 2, 2, 2, 4. ഓക്കെ, ഇതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, 2, TO2. ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കൊൽക്കത്ത തലസ്ഥാനമായ സംസ്ഥാനത്തിന്റെ ഗവർണർ നിലവിൽ ആരാണ്? ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ CP രാധാകൃഷ്ണൻ, ശ്രീ RN രവി, ശ്രീ CV ആനന്ദ ബോസ്. കഴിഞ്ഞ വർഷം കൊൽക്കത്ത തലസ്ഥാനമായ സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? ഓപ്ഷൻ ഡി, CV ആനന്ദ ബോസ്. അപ്പോൾ കൊൽക്കത്ത തലസ്ഥാനമായ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ അല്ലേ? പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമാണ് കൊൽക്കത്ത. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി വേണം ആൻസർ എഴുതാൻ. അപ്പോൾ പശ്ചിമ ബംഗാളിന്റെ ഗവർണർ ആരെന്നാണ് ചോദ്യം. ക്ലിയർ? അടുത്ത ചോദ്യം: പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം. പോക്സോ ആക്ട്. ഓപ്ഷൻസ്: 2010, 2012, 2008, 2005. പോക്സോ ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ബി, 2012. 2012 പോക്സോ നിയമം നിലവിൽ വന്നത്. കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലേ? കുട്ടികൾക്ക് നേർക്കുള്ള ലൈംഗിക അതിക്രമങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പോക്സോ ആക്ട് നിലവിൽ വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്തൊരു മാത്സ് ആണ്. 20 × 30 ഡിവൈഡഡ് ബൈ 7 - 2 + 60. ബോർഡ് മാസ് യൂസ് ചെയ്ത് വേണം ഇത് ചെയ്യാനായിട്ട്. ആദ്യം ബ്രാക്കറ്റ് എടുക്കണം. ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിട്ടും? 20 × 30 ഡിവൈഡഡ് ബൈ 7 - 2 + 60. എങ്ങനെ കിട്ടും ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പോൾ 20 × 30 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ചെയ്യണം ആദ്യം. 7 - 2 5 എന്ന് കിട്ടും, + 60. അപ്പോൾ 20 × 30 ഡിവൈഡഡ് ബൈ 5 + 60. 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. അപ്പോൾ 20 × 6 + 60. ഇനി ഡിവിഷനാണ് ചെയ്യേണ്ടത്. 20 × 6 എത്രയാ? 120 + 60. ആൻസർ 180. ഓപ്ഷൻ എ 180 ആണ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫെമിനൈർ ജെൻഡർ ഓഫ് ഹോഴ്സ്. ഫെമിനൈർ ജെൻഡർ ഓഫ് ഹോഴ്സ്. ഹോഴ്സിൻ്റെ ഫീമെയിൽ ജെൻഡറിനെ എന്താണ് പറയുന്നത്? എവ്യൂ, മെയർ, നൺ, അബസ്. ആൻസർ ഓപ്ഷൻ ബി, മെയർ ആണ്, മെയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച അഴിമതി വിരുദ്ധ അതോറിറ്റി അറിയപ്പെടുന്നത്? സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച അഴിമതി വിരുദ്ധ അതോറിറ്റി അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഓപ്ഷൻസ്: ലോകായുക്ത, ലോക്പാൽ, ഓംബുഡ്സ്മാൻ, പഞ്ചായത്തി രാജ്. ലോകായുക്ത, ലോക്പാൽ, ഓംബുഡ്സ്മാൻ, പഞ്ചായത്തി രാജ്. ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ലോകായുക്ത. ലോകായുക്തയാണ് സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച അഴിമതി വിരുദ്ധ അതോറിറ്റി. ക്ലിയർ? ചുവടെ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏതാണ്? തന്നിരിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം അതിന്റെ തലസ്ഥാനം കണ്ടെത്തുക. ബംഗളൂരു, മുംബൈ, ഭോപ്പാൽ, ചെന്നൈ. ഭോപ്പാൽ. തന്നിരിക്കുന്നതിന്റെ തലസ്ഥാനം ഏതാണ്? ഭോപ്പാൽ. അടുത്ത ക്വസ്റ്റ്യൻ: ഡി ഗോഗേഷ് ഏത് കായിക രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡി ഗോഗേഷ്. ഗോഗേഷ് ഏത് ഗെയിമുമായി, ഏത് കായിക രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്, ടെന്നീസ്, ബോക്സിംഗ്, ഗോൾഫ്. ചെസ്, ടെന്നീസ്, ബോക്സിംഗ്, ഗോൾഫ്. ആൻസർ ഓപ്ഷൻ എ ചെസ്. ഡി ഗോഗേഷ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. അടുത്ത ചോദ്യം: ഗൂഗിൾ മാപ്പിന് സമാനമായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏതാണ്? ഗൂഗിൾ മാപ്പിന് സമാനമായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ: ഭുവൻ, പൃഥ്വി, സഫാരി, കോമ്പസ്. ഓപ്ഷൻ എ ഭുവനാണ് ആൻസർ. ഭുവനാണ് ഗൂഗിൾ മാപ്പിന് സമാനമായി ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ നൽകിയിട്ടുള്ളവയിൽ തെറ്റായത് ഏത്? നീല വിപ്ലവം മത്സ്യം, രജത വിപ്ലവം മുട്ട, പിങ്ക് വിപ്ലവം പൗൾട്രി, ധവള വിപ്ലവം തേൻ. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ധവള വിപ്ലവം തേനല്ല പാലാണ്, അല്ലേ? അപ്പോൾ അതാണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. AU എന്ന പ്രതീകമുള്ള രാസമൂലകം ഏതാണ്? AU എന്ന പ്രതീകമുള്ള രാസമൂലകം ഏതാണ്? ഓപ്ഷൻ: വെള്ളി, പ്ലാറ്റിനം, സ്വർണം, ചെമ്പ്. ഉത്തരം ഏതാ? ഉത്തരം ഓപ്ഷൻ സി സ്വർണം. ഉത്തരം ഓപ്ഷൻ സി സ്വർണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. 198, 194, 185, 169 ഡാഷ്. വിട്ടുപോയത് പൂരിപ്പിക്കുക. ഏതായിരിക്കും അടുത്ത് വരുന്നത്? ഇവിടെ ആദ്യം ഈ നമ്പർ തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, 198 194 തമ്മിൽ 4ന്റെ വ്യത്യാസമുള്ളത്. എന്നാൽ 194 185 തമ്മിലോ 9ന്റെ വ്യത്യാസമുണ്ട്. 185 169 തമ്മിൽ 16ന്റെ വ്യത്യാസമുണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെ നോക്കൂ, 2ന്റെ സ്ക്വയറാണ് 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് 5ന്റെ സ്ക്വയറാണ് വരേണ്ടത്. 5ന്റെ സ്ക്വയർ 25. അപ്പോൾ 169 നിന്ന് 25 കുറച്ച് നോക്കൂ, 144 എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ ഓപ്ഷനിൽ 144 ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി 144 അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 144. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം: ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. ഓപ്ഷൻസ്: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, റിസർവ് ബാങ്ക്. ഉത്തരം ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. അടുത്ത ചോദ്യം: നിലവിലെ കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആരാണ്? നിലവിലെ കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആരാണ്? ഓപ്ഷൻസ്: ശ്രീ ഷാനവാസ് IAS, ശ്രീ VP ജോയ് IAS, ഡോക്ടർ M ബീന IAS, ഡോക്ടർ V വേണു IAS. ഉത്തരം ഓപ്ഷൻ എ ശ്രീ ഷാനവാസ് IAS. അടുത്ത ചോദ്യം: സീമയും ബോബിയും ഒരു തുക 3:2 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീതയ്ക്ക് 480 രൂപ കിട്ടി. ആകെ എത്ര രൂപയാണ് ഭാഗിച്ചത്? മനസ്സറിയാലോ, അംശബന്ധ രീതി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 800.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റുഡന്റ് എന്ന പദത്തെ TNEDUTS എന്നെഴുതിയാൽ ടീച്ചർ എന്നത് എങ്ങനെ എഴുതാം? സ്റ്റുഡന്റിനെ തിരിച്ചെഴുതിയിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ എന്നത് എങ്ങനെ എഴുതാം? REHCAET. ക്ലിയർ? ഓപ്ഷൻ സി. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കൂ. ചുവടെ നൽകിയിട്ടുള്ളതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന വാക്കുകളിൽ പെടാത്തതേത്? ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ പെടാത്തതേതെന്നാണ്. ഓപ്ഷൻസ്: പരമാധികാരം, ജനാധിപത്യം, വിദ്യാഭ്യാസം, മതേതരത്വം. ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതേതാ? വിദ്യാഭ്യാസം. ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലില്ലാത്ത വേർഡാണ് വിദ്യാഭ്യാസം. ഓക്കെ, ഓപ്ഷൻ സി. ഫിഫ വേൾഡ് കപ്പ് 2022 കിരീട ജേതാക്കളായ രാജ്യം 22ലാണ്. അർജന്റീന, പോർച്ചുഗൽ, ഫ്രാൻസ്, സ്പെയിൻ. ആൻസർ ഓപ്ഷൻ എ, അർജന്റീന. ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ട കുറഞ്ഞ പ്രായം? ഓപ്ഷൻ ഒന്നും വേണ്ട, കൂട്ടുകാർക്കറിയാം, 18 അല്ലെ? ഓപ്ഷൻ എ, 18. അടുത്ത ചോദ്യം. Manu has visited Munnar dash is his birthplace. ഏതാ? Where, which, that, who. ഓപ്ഷൻ ബി. Manu has visited Munnar which is his birthplace. അടുത്ത ചോദ്യം. കമ്പ്യൂട്ടറിന്റെ ഏത് ഘടകമാണ് സമയവും തീയതിയും നിലനിർത്തുന്നത്? CMOS മെമ്മറി, ഹാർഡ് ഡിസ്ക്, ക്യാഷ് മെമ്മറി, SROM. ഏതാ? എ, ഓപ്ഷൻ എ. CMOS മെമ്മറിയാണ് സമയവും തീയതിയും ഒക്കെ നിലനിർത്തുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. 2023 സരസ്വതി സമ്മാനം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? ശിവശങ്കരി, മനോജ് വാസ്, പ്രഭാ വർമ്മ, സുഗതകുമാരി. ഉത്തരം ഓപ്ഷൻ സി, പ്രഭാ വർമ്മ. 2023 സരസ്വതി സമ്മാനം ആർക്കായിരുന്നു? പ്രഭാ വർമ്മ. അടുത്ത ചോദ്യം. രാസപദാർത്ഥങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? സൾഫ്യൂരിക് ആസിഡ്. ഓപ്ഷൻ എ, H2SO4. 29ാമത്തെ ക്വസ്റ്റ്യൻ. തട്ടേക്കാട്, എറണാകുളം. അരിപ്പ പക്ഷിസങ്കേത എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് അരിപ്പ. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ് സ്പെല്ലിംഗ് വേർഡ്സ് ഏതാണെന്ന് നോക്കുക. വേർഡ് നോക്കുക, കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്ന് എഴുതുക. ഹാൻകർച്ചീഫ്. ഹാൻകർച്ചീഫ് കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 31ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ഒളിമ്പിക്സ് വേദിയാകുന്നത് ഏത് രാജ്യം? 2024 ഒളിമ്പിക്സ് വേദിയായത് ഏത് രാജ്യമായിരുന്നു? ഓപ്ഷൻ എ, ഫ്രാൻസ്. ഫ്രാൻസ് ആയിരുന്നു അല്ലെ? അടുത്ത ചോദ്യം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ വെള്ളം കൃത്യമായി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ എ, വാട്ടർ ബെൽ. അടുത്ത ചോദ്യം. ബാലവേല നിരോധന നിയമപ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്? 14 വയസ്സിന് താഴെ. ഓപ്ഷൻ എ, 14. താഴെ തന്നിരിക്കുന്നതിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? യൂണിവേഴ്സൽ ഡോണർ. ഓപ്ഷൻ സി, O ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. CAT 24, RAT 39. അങ്ങനെയെങ്കിൽ MAT എന്നത് എങ്ങനെ എഴുതാം? നമ്പറുകളുടെ എണ്ണം കൂട്ടി എഴുതിയിരിക്കുകയാണ് അല്ലെ? അപ്പോൾ മാറ്റ് എന്നത് കൂട്ടി എഴുതുമ്പോൾ എത്ര കിട്ടും? 34. മാറ്റ് കൂട്ടി എഴുതുമ്പോൾ 34. അടുത്ത ചോദ്യം. ഇൻസുലിൻ ഏത് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ഹോർമോണാണ്? ഇൻസുലിൻ ഏത് ഗ്രന്ഥിയാണ്? ഓപ്ഷൻ സി, ആഗ്നേയഗ്രന്ഥി. ആഗ്നേയഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടതാണ് ഇൻസുലിൻ. അടുത്ത ചോദ്യം. ട്രോപ്പോസ്ഫിയറിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി? ട്രോപ്പോസ്ഫിയറിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി? ഓപ്ഷൻ ബി, സ്ട്രാറ്റോസ്ഫിയർ. ഓപ്ഷൻ ബി, സ്ട്രാറ്റോസ്ഫിയർ. UNOയുടെ ഔദ്യോഗിക ഭാഷയിൽ ഉൾപ്പെടാത്തത് ഏത്? UNOയുടെ ഔദ്യോഗിക ഭാഷയിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, ഹിന്ദി. ഉത്തരം ഹിന്ദി. ഹിന്ദിയാണ്
UNOയുടെ ഔദ്യോഗിക ഭാഷയിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? 21A. 21A. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 21A. ഓപ്ഷൻ ഡി. അത് നോക്കൂ, ശ്രേണി പൂർത്തിയാക്കുക. BJF, DKH, FMJ, HPL. അടുത്തത് ഏതാണെന്ന് എഴുതുക. അപ്പോൾ ഇവിടെ ഓരോ നോക്കുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ അക്ഷരം നോക്കൂ, ബി. ബി കഴിഞ്ഞ് സി എഴുതാതെ ഡി, ഇ എഴുതാതെ എഫ്, ജി എഴുതാതെ എച്ച്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഐ എഴുതാതെ ജെ. അപ്പോൾ ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാ? ഓപ്ഷൻ ഡി, JTN. ക്ലിയർ? അടുത്ത ചോദ്യം, 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നീരജിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 5ഉം മനുവിന്റെ സ്ഥാനം പിന്നിൽ നിന്ന് 18ഉമായാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? എത്ര പേരുണ്ടാവും? 17. എത്ര പേരുണ്ടാവും? 17. ബുദ്ധൻ കഥാപാത്രമാകുന്ന കുമാരനാശാന്റെ കൃതി ഏതാണ്? ലീല, ചണ്ടാല ഭിക്ഷുകി, നളിനി, ദുരവസ്ഥ. ഉത്തരം ചണ്ടാല ഭിക്ഷുകി. ചണ്ടാല ഭിക്ഷുകിയിലാണ് ബുദ്ധൻ കഥാപാത്രമായി വരുന്നത്. അടുത്ത ചോദ്യം, 2023 സമാധാന നൊബേൽ സമ്മാന ജേതാവ് ആരാണ്? 2023 സമാധാന നൊബേൽ സമ്മാന ജേതാവ്. ഇത് 2024 ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് 2023 ക്വസ്റ്റ്യൻ സമാധാനത്തിന്റെ നൊബേൽ പ്രൈസ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ 2024 നൊബേൽ പ്രൈസുകളെല്ലാം നോക്കുക. 2023 ആരായിരുന്നു? 2023 നർഗീസ് മുഹമ്മദി ആയിരുന്നു സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഓക്കെ, അത് നോക്കൂ. നിലവിൽ SPC പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസർ ആരാണ്? എക്സാം നടക്കുന്ന സമയത്ത് ആരായിരുന്നു? ശ്രീമതി നിശാന്തിനി IPS ആണ്. എക്സാം നടക്കുമ്പോൾ ശ്രീമതി നിശാന്തിനി IPS. ഓക്കെ, അടുത്തത്, 1 ടെറാബൈറ്റ് TB എന്നത് എത്ര GB ആണ്? 1 ടെറാബൈറ്റ് എന്നത് 1024 GB ആണ്. 1024. ഓക്കെ, ക്ലിയർ? 46 മുതൽ 50 വരെയുള്ളത് ചേരുംപടി ചേർക്കാനുള്ളതായിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസം OV വിജയൻ. ഇനി ഞാൻ ഉറങ്ങട്ടെ PK ബാലകൃഷ്ണൻ. ഗോദാൻ പ്രേംചന്ദ്. ഗീതാഞ്ജലി രവീന്ദ്രനാഥ് ടാഗോർ. യയാതി VS ഖണ്ടേക്കർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. SPC സ്നേഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും SPCയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.